29 കിലോ മാത്രം തൂക്കമുള്ള ഒരു കാതിൽ മാത്രം കമ്മൽ ധരിക്കുന്ന, റോഡ് ഗോൾഡിൻ്റെ മാല മാത്രം ധരിക്കുന്ന, ഒരിക്കൽ പോലും കൈകൾ ഉയർത്താത്ത മേരിക്കുട്ടി എന്ന് പറയുന്ന ഒരമ്മയുടെ മകനാണ് ഞാൻ. മദ്യപാനത്തിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. പക്ഷെ ഇന്ന് എല്ലാ സന്തോഷമുണ്ട്. ഞാൻ താമസിക്കുന്ന മഞ്ചേരി പോലീസ് ക്വാർട്ടേഴ്സിൽ, ക്വാർട്ടേഴ്സ് നമ്പർ 1-ലാണ്. 13 വർഷമായിട്ട് ക്വാർട്ടേഴ്സിൽ 490 സ്ക്വയർ ഫീറ്റുള്ള ആ ചെറിയ ക്വാർട്ടേഴ്സിനകത്ത് ഞാനും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ 2 മക്കളും വളരെ സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്. ഒന്നിനൊരു കുറവില്ല. ആ ക്വാർട്ടേഴ്സ് ചെറുതാണെങ്കിലും സന്തോഷം വളരെ വലുത്. എൻ്റെ വീട്ടിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എൻ്റെ മക്കളെ പോലെ നിങ്ങൾക്ക് വരാം. മഞ്ചേരിയെ വരുമ്പോൾ ആ പോലീസ് സ്റ്റേഷനെ തൊട്ടടുത്ത് കാണുന്ന ഫസ്റ്റ് ക്വാർട്ടേഴ്സാണ് എൻ്റെ ക്വാർട്ടേഴ്സ്. അവിടെ നടക്കാൻ പറ്റാത്ത ഒരു അമ്മയുണ്ട് എൻ്റെ വീട്ടിൽ. നടക്കുകയൊക്കെ ചെയ്യും. അമ്മ കൈക്ക് പിടിച്ചിങ്ങനെ നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഭാഗം കുഴഞ്ഞു പോയ എൻ്റെ അമ്മ നടക്കില്ല എന്ന് പറഞ്ഞ് മിംസ് ഹോസ്പിറ്റലിൽ ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി അവസാനം കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ മനോഹരമായ ഒരു 40,000 രൂപ വരുന്ന ഒരു ഹൈഡ്രോളിക്കിൻ്റെ കട്ടിലും അമ്മയും എനിക്ക് സമ്മാനിച്ചപ്പോൾ ആ കട്ടിൽ എൻ്റെ വീട്ടിൽ കയറ്റാൻ പറ്റാത്തൊരു വലിയൊരു ഹൈഡ്രോളിക്കിൻ്റെ കട്ടിൽ മഞ്ചേരിയിൽ പ്രശസ്തമായ ഒരു ഹൈടെക് ഹോസ്പിറ്റലിൽ 4,000 രൂപയ്ക്ക് കട്ടിൽ ഞാൻ കൊടുക്കുകയും ശേഷം അന്നത്തെ പോലീസ് സൂപ്രണ്ടിൻ്റെ അനുമതിയോടുകൂടി എൻ്റെ അമ്മയെ ഞാൻ അവിടുത്തെ മഞ്ചേരി മുള്ളമ്പാറ ആയുർവേദിക് ആശുപത്രിയിലെ അവിടുത്തെ അന്നത്തെ ഡോക്ടർ KV സത്യനാരായണ ഡോക്ടറെ കാണുകയും പറഞ്ഞു, 1 വർഷത്തോളം ചികിത്സിച്ചാൽ ഒരു പക്ഷേ നടക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞു. അങ്ങനെ തിരുമലൊന്നുമല്ല, അടിവസ്തി എന്ന് പറയുന്ന ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, വയറ്റിലേക്ക് കുഴമ്പ് കയറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ 1 വർഷവും 4 മാസവും എൻ്റെ അമ്മ മഞ്ചേരി മുള്ളമ്പാറ ആയുർവേദിക് ആശുപത്രിയുടെ വരാന്തയിൽ അമ്മ കിടന്നു. 1 വർഷം ഞാൻ ഡ്യൂട്ടിക്ക് പോയത് ആശുപത്രിയുടെ വരാന്തയിൽ നിന്നാണ്. എൻ്റെ 2 മക്കൾ സ്കൂളിൽ പോയത് ആശുപത്രിയുടെ വരാന്തയിൽ നിന്നാണ്. ഞങ്ങൾ നട്ടിരിക്കുന്ന എൻ്റെ ഭാര്യ നട്ട കവുങ്ങുണ്ട് അവിടെ, എൻ്റെ ഭാര്യ നട്ട തെങ്ങുമുണ്ട് ആശുപത്രിയുടെ മുറ്റത്ത്. നിങ്ങൾ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ആശുപത്രിയുടെ മുറ്റത്തുള്ള ആ പ്രധാന കവാടത്തിൻ്റെ ഉള്ളിലതൊരു TV വെച്ചിട്ടുണ്ട്. ഊനിയുടെ ഒരു TV, കരി പിടിച്ച TV. എൻ്റെ പോലീസ് ക്വാർട്ടേഴ്സിൽ ഞാൻ കണ്ടുവിടുന്ന TV എൻ്റെ അമ്മയ്ക്കും 16 പേരടങ്ങുന്ന സ്ത്രീകൾക്കും കാണാൻ വേണ്ടി ഞാൻ ആ TV അവിടെ കൊണ്ടുവച്ചതാണ്. അമ്മ സുഖം പ്രാപിച്ചു. 1 വർഷവും കൃത്യം പറഞ്ഞാൽ 3 മാസവും 11 ദിവസം കഴിഞ്ഞപ്പം അമ്മ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണം. രാവിലെ അമ്മയുടെ വയറ്റിലേക്ക് കുഴമ്പ് കയറ്റും, ചൂട് കുഴമ്പ്. എന്നിട്ട് കട്ടിലിരുന്ന് അമ്മയെ ഞെക്കി, അമ്മയുടെ വയറ്റിൽ നിന്ന് ഞെക്കി മൊത്തം പുറത്ത് കളയണം. ഒരു 10 പ്രാവശ്യത്തോളം ബാത്റൂമിൽ പോവും, ടോയ്ലറ്റിൽ പോവും അമ്മ. ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിതനായി നിന്ന സമയത്ത് അമ്മ പറഞ്ഞു, നീ ഇല്ലെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ടും മക്കളെ, അതുകൊണ്ട് നമുക്ക് നിർത്തിപ്പോകാമെന്ന് പറഞ്ഞു. നിങ്ങൾ മടുത്തു പോയില്ല എന്നെ കൊണ്ടെന്ന് പറഞ്ഞു. ഇന്ന് എൻ്റെ അമ്മ നടക്കുന്നുണ്ട്. ഞാൻ വിവാഹം ചെയ്ത എൻ്റെ ഭാര്യ ഡോളി. ഞാൻ എവിടെയും പറയും, എൻ്റെ ഭാര്യയുടെ ഒരൊറ്റ കൃപ കൊണ്ട്, അവളുടെ സഹനം കൊണ്ടാണ് എൻ്റെ അമ്മ നടക്കുന്നത്. അമ്മ സഞ്ചരിക്കാത്ത സ്ഥലങ്ങളില്ല, അമ്മ യാത്ര ചെയ്യാത്ത ദേശങ്ങളില്ല. ഏതൊരു ഹൗസ് വാമിങ്ങിനും കല്യാണത്തിനും ഇന്ന് എൻ്റെ അമ്മ അവിടെ വരുമായിരുന്നു. പക്ഷേ ഇന്ന് മഞ്ചേരിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു രാവിലെ ഞങ്ങളുടെ പള്ളിയിൽ. ഉച്ചയ്ക്ക് ശേഷം അമ്മമാരെ അവിടെ അനുമോദിക്കുന്ന ചടങ്ങുള്ളത് കൊണ്ടാണ് അമ്മ ഇങ്ങോട്ട് വരാതിരുന്നത്. അമ്മ സഞ്ചരിക്കാത്ത സ്ഥലങ്ങൾ, എൻ്റെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ എൻ്റെ അമ്മയായിരിക്കും അവിടെ. അമ്മയ്ക്കിപ്പം നല്ല വണ്ണമൊക്കെ ഉണ്ട് ശരീരത്തിന്. 29 കിലോയിൽ നിന്ന് അമ്മ 70 കിലോയ്ക്ക് മുകളിൽ ഭാരമുണ്ടെന്ന്. നിരന്തരമായി അമ്മ എന്നും ഉമ്മ കൊടുത്തിട്ട് വീട്ടിൽ നിന്നിറങ്ങുന്നൊരു മകനാണ് ഞാൻ. പോലീസുകാരനായ ഞാൻ എത്തിപ്പെടാത്ത സ്ഥലങ്ങളില്ല. 9 വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എനിക്ക്. ബഹുമാനീയ യൂസഫ് അലി, രാജ്യം പത്മശ്രീ നൽകിയാതിരിക്കുന്ന യൂസഫ് അലിയുടെ കൂടെ വേദി പങ്കിടാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എനിക്ക്. കഴിഞ്ഞ മാർച്ച് 21-ാം തീയതി ദുബായിൽ അൽനാ സുലക്ഷനിലും അജ്മാനിലും 2 സ്ഥലങ്ങളിൽ ഞാൻ സംസാരിച്ചപ്പം എന്നെ ഏറ്റവും കൂടുതൽ എന്നെ കണ്ണു നിറയിച്ച നിമിഷങ്ങൾക്ക് ഞാൻ സാക്ഷ്യമായിരുന്നു. യൂസഫ് അലി സാഹിബ് സന്നിധായിരിക്കുന്ന വേദിയിൽ മാതാവിനെ കുറിച്ച് സംസാരിച്ച ആ നല്ല നിമിഷം. ദ പ്രസന്റ് മൂമെന്റ് ഈസ് ഇന്നവിറ്റബിൾ. ഈ നിമിഷം അനിവാര്യമാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സിനകത്ത് പ്രത്യേകിച്ച് എനിക്കൊന്നും എൻ്റെ മക്കളോട് പറയാനില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ജീവിതത്തിൽ മാതാപിതാക്കളെ ഇങ്ങനെ ചേർത്തിങ്ങനെ പിടിക്കുക. ഒരുപക്ഷെ നിങ്ങൾ കണ്ണ് തുറക്കുമ്പോഴേക്കും അവർ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവും.
നിങ്ങളൊരു CD കണ്ടിട്ടുണ്ടോ എനിക്കെന്ന് അറിയുന്നില്ല. മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന മനോഹരമായ ഒരു കാസറ്റാണ്. യൂട്യൂബിലുണ്ട്. മനോഹരമായ ഒരു പ്രസംഗവേദി. 2015 വർഷം, മാസം മാർച്ച് 27, സ്ഥലം തൃശ്ശൂർ ജില്ല, നാട്ടിക കടപ്പുറം. വേദിയുടെ വലതുഭാഗത്ത് യൂസഫ് അലി സന്നിധനായിരിക്കുന്നു. വേദിയുടെ മധ്യഭാഗത്ത് മലയാളത്തിലൊരു നടൻ, മഹാനടനായിരിക്കുന്നു, അമ്മയുമായിരിക്കുന്നു. വേദിയുടെ ഏറ്റവും ഇടതുഭാഗത്ത് പദസമ്പത്തുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന അബ്ദുൽ സൗദ് സമദാനി സാഹിബിന്റെ മനോഹരമായ പ്രസംഗം നടക്കുന്നു വേദിയിൽ. ആ പ്രസംഗ വേദിയിൽ അദ്ദേഹം മാതാപിതാക്കളുടെ നന്മതിന്മകളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സംസാരത്തിലാണ് അദ്ദേഹം കൊണ്ടു നിൽക്കുന്നത് ആദിശങ്കരനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അമ്മയെ സ്നേഹിച്ച മകൻ ആദിശങ്കരാജ് തിരുവടികൾ സർവജ്ഞപീഠമേറിയ ജഗദ്ഗുരുവായി കഴിഞ്ഞിരിക്കുന്ന ശങ്കരാജ് തിരുവടികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം തോന്നുന്നു, എൻ്റെ മകനെ എനിക്കൊന്ന് കാണണം, ഞാൻ ഒന്ന് പ്രസവിച്ചല്ലേ. അമ്മ മരിക്കാറായിരിക്കുന്ന അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുക, എൻ്റെ മകനെ എനിക്കൊന്ന് കാണണം, എൻ്റെ കുട്ടി എവിടെയാ. അമ്മ മരിക്കാറായിരിക്കുന്ന സമയത്ത് ശങ്കരൻ കാലടിയിലേക്ക് എത്തുന്നു. ആ കുടിലിനകത്ത് ചാണകം മെഴിയ തറയിൽ അമ്മ ഇങ്ങനെ കിടക്കുക, നീണ്ടു നിവർന്ന്. ആരാണ് എന്ന് അമ്മ കാണുന്നില്ല. പുറത്ത് കാൽപ്പെരുമാറ്റം കേട്ട മാത്രയില് അമ്മ അകത്തുനിന്ന് തല ഉയർത്താൻ പോലും കഴിയാത്ത അമ്മ ചോദിക്കുകയാണ്, ആരാന്നല്ല ചോദിച്ചത്, മോനെ ശങ്കരാ. 9.5 മാസക്കാലത്തോളം ഈ അമ്മ ഈ ഉദരത്തിൽ നിന്നെ നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയില്ലേ. നീ എന്റെ വയറ്റിൽ കിടന്നപ്പോ നീ ചവിട്ടിയ പാടുകൾ ഇതാ എന്റെ അടിവയറ്റിൽ ഇപ്പോഴും അവശേഷിക്കുന്നു ശങ്കര. അമ്മ പ്രാണൻ വെടിയാൻ പോകുന്നു. എന്റെ കുട്ടി എനിക്ക് എന്താ മടക്കി തരിക. നീ സർവജ്ഞ പീഠമേറിയില്ലേ, നീ ജഗദ്ഗുരുവായി കഴിഞ്ഞിരിക്കുന്നില്ലേ ശങ്കര, എനിക്ക് എന്താ മടക്കി തരിക. അമ്മ